ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്ന് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന സ്നാക്സാണ് ഉണ്ടാക്കുന്നത്. ചിക്കൻ റോളാണ്. നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം. അതുപോലെ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നുണ്ട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആദ്യം തന്നെ അതിൻ്റെ ഫില്ലിങ് തയ്യാറാക്കി എടുക്കാം. അതിനായിട്ടൊരു പാത്രം അടുപ്പത്ത് വെക്കുക. വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് പൊടിയായിട്ട് അരിഞ്ഞ സവാളയും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പച്ചമുളകും കറിവേപ്പിലും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ചിക്കൻ മസാല, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് പൊടികളുടെ പച്ചമണം മാറണ വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളകും ചേർത്ത് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ പിച്ചി ചീന്തി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി ഇതവിടെ മാറ്റി വയ്ക്കാം. ഇതിലേക്ക് ഷീറ്റ് തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് മൈദ, ഉപ്പ്, മുട്ട, കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുക്കുക. കുറച്ച് ലൂസായിട്ട് വേണം ഈ മാവ് ഇരിക്കാൻ. ഇനി ഒരു പാത്രം ചൂടാവുമ്പോൾ അതിലേക്ക് ദോശയ്ക്ക് പരത്തണ മാതിരി നമ്മൾ പരത്തൊന്നും വേണ്ട, മാവ് ഒഴിക്കുക, ഒന്ന് ചിറ്റിച്ച് ഒന്ന് ചൂടായി വരുമ്പോൾ അത് പാനിൽ നിന്ന് അടർത്തി മാറ്റിയെടുക്കുക. മൊഴിഞ്ഞൊന്നും വരരുത്. നല്ല കനം കുറച്ചിരിക്കും. അതായത് മാവ് നന്നായി ലൂസായിട്ട് ഇരിക്കുമ്പോൾ ഈ ഷീറ്റ് നന്നായി കനം കുറഞ്ഞ് വരിക. ഇനി മുട്ട, കുറച്ച് വെള്ളവും കുറച്ച് കോൺഫ്ലവറും ചേർത്ത് ഉപ്പും ചേർത്ത് ഒന്ന് അടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ബ്രെഡ് ക്രംസ്, കുറച്ച് വെളുത്ത എള്ളും ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ ഷീറ്റിലേക്ക് ചിക്കൻ്റെ കൂട്ട് ചേർത്ത് റോൾ ചെയ്തെടുക്കുക. ഈ റോൾ ചെയ്തത് മുട്ടയുടെ കൂട്ടിൽ മുക്കി ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തതിന് ശേഷം ചൂടായ എണ്ണയിലേക്ക് ഇട്ട് മുരിച്ചെടുത്ത ചിക്കൻ റോൾ റെഡിയായി. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന സ്നാക്സാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ തയ്യാറാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നുണ്ട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.